ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാശ്മീർ യാത്രയാണ്. നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്കും പോകാനുണ്ടായത്. അപ്പോൾ ഞാൻ പോയത് ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ഡൽഹിയിൽ എത്തി കഴിഞ്ഞാലും ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കാശ്മീരിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കി നിൽക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാനവിടെ ഡൽഹിയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാനുണ്ടായത്. നമ്മുടെ നാട്ടിൽ നിന്ന് നേരിട്ട് കാശ്മീരിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. ഒന്നുകിൽ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ ഡൽഹിയിൽ പോകണം. നമ്മൾ ആകാശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വിഷ്വലാണിത്. അതായത് നമ്മുടെ കൊച്ചിയുടെ ഒരു വിശാലമായിട്ടുള്ള ഭംഗിയും വീടുകളും ഒക്കെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും. കാശ്മീർ യാത്രയുടെ വിശേഷങ്ങൾ കുറച്ച് കൂടുതലുള്ള കാരണം ഈ തവണത്തെ വീഡിയോയിൽ നമ്മുടെ യാത്രയും അതുപോലെ തന്നെ ശ്രീനഗറിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റുള്ള കാഴ്ചകളൊക്കെ കൂടി വേറൊരു വീഡിയോ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ വ്യൂസും ഇതൊക്കെ വന്ന കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ 2-3-4 വിശദമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അതിയായ നന്ദിയും സന്തോഷമൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഡൽഹിയുടെ ആകാശ ദൃശ്യമാണ് കേട്ടോ. നമ്മുടെ വിമാനം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നൈറ്റ് ആണ് ഏകദേശം നമ്മളവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കറക്കമൊന്നുമില്ല. ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കാശ്മീരിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ ഉള്ളൂ കാശ്മീരിലേക്കുള്ള യാത്ര. ഇതൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫ്ലൈറ്റ് അത്ര ഉയരത്തിലല്ല പറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും കാശ്മീർ പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ. പക്ഷേ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് വരുമ്പോൾ വളരെ ഉയരത്തിൽ പറക്കണോണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇൻഡോറിൽ നിന്ന് കാശ്മീർ കാണാൻ വന്നവരാകും യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ടതാണ്. ഈ കാണുന്നതാണ് കാശ്മീരിലേക്ക് ഇറങ്ങാൻ പോകുന്ന വിമാനത്തിൻ്റെ ആകാശ ദൃശ്യം. കാശ്മീർ എയർപോർട്ട് പൂർണ്ണമായും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അവിടെ കാര്യമായിട്ടുള്ള ഷൂട്ടിങ്ങുകളൊന്നും നമ്മൾ നടത്തിയില്ല. നമ്മളിപ്പോൾ കാശ്മീർ എയർപോർട്ടിൽ ഇറങ്ങി ശ്രീനഗറിലേക്ക് പോകുന്ന പാതയാണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് കുറേ സമയമായ കാരണം വലിയൊരു ഹോട്ടലിലേക്കാണ് ഡ്രൈവർ നമ്മളെ കൊണ്ടുപോയത്. നമ്മുടെ ഏജൻസിയാണ് അവിടെ ഈ ഡ്രൈവറെ ഏർപ്പാടാക്കിയത്. അയാൾ നമ്മളെ വലിയൊരു ഹോട്ടലിൽ കൊണ്ടുപോയി. സംഗതിയൊക്കെ കൊള്ളായിരുന്നു. നല്ല ഭക്ഷണം, നല്ല വൃത്തിയും ഇതൊക്കെയുള്ള ഹോട്ടലായിരുന്നു. പക്ഷെ നല്ല പൈസയുമായി. നമ്മൾ തുടക്കത്തിൽ ഈ ഫോണിനെ സംബന്ധിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രീപെയ്ഡ് എടുക്കണമെന്ന് ഞാൻ തെറ്റായിട്ട് പറയുന്നുണ്ട്. അത് പോസ്റ്റ് പെയ്ഡ് ഒന്ന് തിരുത്തി വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീനഗറിൽ കാണുന്ന പോലെ നല്ല വൃത്തിയുള്ള റോഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്
നമുക്കിവിടെ സാധാരണ നമ്മുടെ ഫോണുകൾ കണക്റ്റ് ആവില്ല. എന്നുവെച്ചാൽ പ്രീപെയ്ഡ് സംവിധാനം ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കണമെന്ന് അത്യാവശ്യമുള്ളവർ പ്രീപെയ്ഡ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതാവും നല്ലത്. ഇവിടെ അത് എടുക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ എയർപോർട്ടിൽ കണ്ടു. എന്നാലും നാട്ടിൽ നിന്ന് എടുക്കുന്നതാവും നല്ലത്. പിന്നെ ഇവിടെ BSNLൻ്റെ പോസ്റ്റ് പെയ്ഡുള്ള ആൾക്കാർക്കൊന്നും വലിയ കാര്യമായിട്ട് എവിടെയും റേഞ്ച് കിട്ടിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ എയർടെല്ലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ളവർ എയർടെല്ലിൻ്റെ പോസ്റ്റ് പെയ്ഡ് എടുക്കാവും നല്ലത്. നമ്മൾ ഈ സൈഡിൽ കാണുന്നത് ദാൽ ലേക്കാട്ടോ. ശരിക്കും ദാൽ എന്ന് പറഞ്ഞാൽ ലേക്ക് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഈ ട്രങ്ക് പെട്ടി എന്ന് പറയുന്ന പോലത്തെ കേസാണ്. എന്തായാലും എല്ലാവരും ദാൽ ലേക്ക് എന്ന് പറയണ കാരണം നമ്മളും ദാൽ ലേക്ക് എന്ന് പറയണു. ഇതിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ എന്ന് പറയുന്നത് 316 ചതുരശ്ര കിലോമീറ്ററാണ്. ഭയങ്കര വലിയൊരു ലേക്കാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. ടൂറിസവും അതുപോലെ തന്നെ മീൻ പിടിക്കലും പിന്നെ കച്ചവടവും ഒക്കെ ഈ ദാൽ ലേക്കിൻ്റെ പരിസരത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഭരണകൂടത്തിൻ്റെ വേനൽക്കാല വസതി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെത്തുന്ന സഞ്ചാരികൾ ഏറ്റവും പ്രാധാന്യമായി കൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഷിക്കാര റൈഡ്. ദാൽ ലേക്കിലാണ് ഷിക്കാര റൈഡ്. ഈ ഷിക്കാര എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു വള്ളമാണ്. അപ്പോൾ നമ്മളും ഈ ഷിക്കാര റൈഡിന് പോയി ഇപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ചായ ഉണ്ടാക്കണമെന്നില്ലേ, ആ ചായക്ക് കവ എന്നാണ് ഇവിടെ പേര് പറയുന്നത്. അതിൽ കുങ്കുമപ്പൂവൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മളൊന്ന് വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കാശ്മീർ വിവിധ കാഴ്ചകൾക്കൊപ്പം തന്നെ വിവിധ ഫുഡ് ഇനങ്ങൾക്കും വളരെ പ്രശസ്തിയുള്ള നാടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദാൽ ലേക്കിൻ്റെ ചുറ്റുമായിട്ട് ധാരാളം കാശ്മീരി ഗ്രാമങ്ങളുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഈ ചെറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് അതിശൈത്യം വന്നു കഴിഞ്ഞാൽ ഈ ദാൽ ലേക്ക് ഉറച്ച് പൂത്തറ. അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ നദിയും ഈ ലേക്കും അങ്ങനെയാണ് അവരുടെ ഒരു ജീവിത രീതി. നമ്മൾ ഈ ലേക്കിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷീനെ നമ്മൾ ശ്രദ്ധയിൽ പെട്ടുകൂട്ടാ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മുടെ അവിടെ കാണുന്നത് തന്നെയാണത്. പട്ടക്കോഴി എന്ന് പറയുന്ന ഒരു തരം പക്ഷിയാണ്. കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും ഹൗസ് ബോട്ടുകൾ കാണുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ നമുക്കും ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടുകൾ ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ചലിക്കും. രാത്രിയാണ് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് അവിടെയാണ് നമ്മളങ്ങനെ താമസിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ ഒരേ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ടൂറിസം മേഖലയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇവിടുത്തെ മാലിന്യങ്ങളാണ്. നമ്മൾ ഈ വീഡിയോയിൽ പല സ്ഥലത്തും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മാലിന്യങ്ങളിങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ നിന്നൊക്കെ വൃത്തിയില്ലാത്ത ഭക്ഷണമൊക്കെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കവും ഛർദിയും ഒക്കെ പിടിപെടാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് ഇതേപോലെ വയറിളക്കം ഇതൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
നമ്മൾ നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും മേടിച്ച് കഴിക്കാണ്ടിരിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എന്ന പോലെ ഇവിടെയും നമ്മളെ പറ്റിക്കാനായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ആകെ 3/4 കിലോമീറ്റർ ആണല്ലോ. അതിന് അയാൾ 200 രൂപ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഈ ശിക്കാര റൈഡ് തന്നെ കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവർ കാശ് മേടിക്കാനൊക്കെ നോക്കി. പക്ഷേ നമ്മുടെ ഏജൻസി ഏർപ്പാടാക്കിയിട്ടുള്ള റൈഡ് തന്നെ നമുക്ക് മതി. പിന്നെ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ ഇതുപോലത്തെ കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ പരിപാടി വേണ്ടാന്ന് വെച്ചു. ഈ ദാൽ തടാകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ജമ്മു കാശ്മീരിലെ 2ാമത്തെ വലിയ തടാകമാണിത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കൂടാതെ ഇതിനെ പൂക്കളുടെ തടാകം, കാശ്മീർ കിരീടത്തിൻ്റെ രത്നം അല്ലെങ്കിൽ ശ്രീനഗറിൻ്റെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരുപിടി നല്ല യാത്രാ ഓർമ്മകൾ സമ്മാനിച്ച് അങ്ങനെ ഞങ്ങളുടെ ശ്രീനഗർ യാത്ര ഇന്നത്തേത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ശ്രീനഗറിൻ്റെയും ദാൽ തടാകത്തിൻ്റെയും വിശേഷങ്ങൾ അവതരിപ്പിച്ച ഈ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കാശ്മീരിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി സോനാമാർഗ്, അതുപോലെ തന്നെ പഹൽഗാം, ഗുൽമർഗ് തുടങ്ങിയ കാശ്മീരിലെ പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം.